നമസ്കാരം, എല്ലാവർക്കും ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു കെയിലെ വിസ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഒരുപാട് സ്റ്റുഡൻസിനെയാണ് ഇപ്പോൾ യു കെയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ആണ് യു കെയിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത്. വളരെ ചെലവേറിയ ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് പൈസ നമുക്ക് അതിനുവേണ്ടി ചെലവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ആ ചെലവുകൾ എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ₹1 പോലും ചെലവില്ലാതെ എങ്ങനെ യു കെയിൽ പഠിക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ യു കെയിലേക്ക് പഠിക്കാൻ വരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ വിസ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് റൂട്ടാണ്. അതായത് യു കെയിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും അവരുടെ പഠനശേഷം 2 വർഷം യു കെയിൽ തന്നെ സ്റ്റേ ചെയ്ത് ഇഷ്ടമുള്ളത് ജോലി ചെയ്യാനുള്ള അവസരം. അതോടൊപ്പം തന്നെ ഇപ്പോൾ PG ആണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 3 വർഷവും യു കെയിൽ തന്നെ ഒരു സ്പോൺസറിന്റെ സഹായമില്ലാതെ തന്നെ യു കെയിൽ സ്റ്റേ ചെയ്ത് ഇഷ്ടമുള്ള ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു Tier 2 സ്പോൺസർഷിപ്പ് കണ്ടെത്താനുള്ള ഒരു അവസരം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ പഠനശേഷം 2 വർഷം തന്നെ യു കെയിൽ സ്റ്റേ ചെയ്ത് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവസരം. ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ യു കെയിലേക്ക് ആകർഷിച്ചത്. അതിനോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ യു കെയിലേക്ക് ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചവരാണെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതായത് യാതൊരു ടെസ്റ്റുകളോ ഇംഗ്ലീഷ് ടെസ്റ്റുകളോ ഒന്നുമില്ലാതെ തന്നെ അവരുടെ ഡിപ്പെൻഡൻസിന് യു കെയിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. അവർക്ക് ഇവിടെ വന്ന് ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ ഗ്രാജുവേറ്റ് റൂട്ട് ഉണ്ടെങ്കിൽ അവർക്കും 2 വർഷം, അതായത് ഡിപ്പെൻഡൻസിനും അവരോടൊപ്പം തന്നെ 2 വർഷം ഇവിടെ സ്റ്റേ ചെയ്ത് ഇഷ്ടമുള്ളത്രയും ജോലി ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഇത് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോബും അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ വരുന്ന ഡിപ്പെൻഡൻസിന് ഫുൾ ടൈം ജോലി ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് ആ പഠനത്തിന് വേണ്ടി ചിലവാക്കിയ ക്യാഷ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. അതോടൊപ്പം തന്നെ അവർ 2 ഇയർ സ്റ്റേ ബാക്ക് നിൽക്കുമ്പോൾ അപ്പോൾ അവർ 2 പേർക്കും ഫുൾ ടൈം ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം നമുക്ക് വലിയ നഷ്ടമില്ലാതെ യു കെയിൽ വന്ന് പഠിച്ചിട്ട് പോകാനുള്ള ഒരു അവസരമാണത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നല്ല കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് Tier 2 വിസ കിട്ടാനുള്ള ഒരു അവസരവും അതിലൂടെ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് യു കെയിലേക്ക് ഇപ്പോൾ കൂടുതൽ പേരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യു കെയിലേക്ക് വരുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചില സ്കോളർഷിപ്പുകളാണ്. അന്നേരം ആ സ്കോളർഷിപ്പുകളിലൂടെ യു കെയിലേക്ക് വന്ന കുറച്ച് പേരെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ സ്കോളർഷിപ്പുകൾ ഒന്നൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഷിവനിങ് സ്കോളർഷിപ്പുകൾ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ ഷിവനിങ് സ്കോളർഷിപ്പ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ വരുന്നവർക്കുള്ളതാണ്. അത് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ്. അതായത് നമ്മുടെ എല്ലാ ചെലവുകളും ആ സ്കോളർഷിപ്പ് വഴിയായിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മൾ ₹1 പോലും നമ്മുടെ ഫ്ലൈറ്റിനോ മറ്റു ഒരു കാര്യത്തിനും വേണ്ടി ചെലവാക്കേണ്ടി വരും. അതായത് നമ്മൾ ₹1 പോലും യു കെയിൽ ചെലവാക്കാതെ പഠിക്കാൻ സാധിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ഷിവനിങ് സ്കോളർഷിപ്പ്. നമുക്ക് അടുത്ത സ്കോളർഷിപ്പ് നമുക്ക് ഗ്രേറ്റ് സ്കോളർഷിപ്പാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഗ്രേറ്റ് സ്കോളർഷിപ്പും യു കെയിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് തന്നെയാണ്. അതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രേറ്റ് സ്കോളർഷിപ്പ് ചില യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഓരോ യൂണിവേഴ്സിറ്റിക്കും പ്രത്യേക നമ്പർ ഉണ്ട്, അത്രയും മാത്രമേ ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും ലഭിക്കുകയുള്ളൂ. അന്നേരം അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും എത്ര സ്കോളർഷിപ്പ് അവൈലബിൾ ആണെന്ന് കാണാൻ വെക്കും. അതുപോലെ തന്നെ ഓരോ രാജ്യത്തേക്കും എത്ര സ്കോളർഷിപ്പ് അവൈലബിൾ ആണെന്നും കാണാൻ വെക്കുന്നതാണ്. അന്നേരം അതിന്റെ ഏറ്റവും കുറഞ്ഞ തുക നമുക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് £10,000 ആണ്. ആ £10,000 തൊട്ട് മുകളിലേക്ക് എത്ര വേണ്ടി നമുക്ക് ലഭിക്കാവുന്നതാണ്. അത് നമ്മുടെ കഴിവ് അനുസരിച്ചായിരിക്കും. അന്നേരം ഇത് അത്ര ഈസി ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് നല്ലപോലെ ഇതിനുവേണ്ടി തയ്യാറെടുത്ത് ആപ്ലിക്കേഷനൊക്കെ അയച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അന്നേരം നിങ്ങൾക്ക് ഈ ഗ്രേറ്റ് സ്കോളർഷിപ്പിന് വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അടുത്ത ഒരു സ്കോളർഷിപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കോമൺവെൽത്ത് സ്കോളർഷിപ്പാണ്. യു കെയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പാണ് കോമൺവെൽത്ത് സ്കോളർഷിപ്പ്. അതായത് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്ന് യു കെയിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് കോമൺവെൽത്ത് സ്കോളർഷിപ്പ്. പൊതുവെ ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അന്നേരം അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിന്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ ഡെഡ് ലൈൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അന്നേരം ഓർക്കുക, നമുക്ക് അടുത്ത വർഷത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അന്നേരം ഈ പ്രിപ്പറേഷൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്ക് ഒരുപാട് ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഒരുപാട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അന്നേരം അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴേ തയ്യാറെടുക്കുക. നമ്മൾ അടുത്ത വർഷത്തേക്കല്ല, അതിന്റെ അടുത്ത വർഷമാണ് നമ്മൾ യു കെയിലേക്ക് വരുന്നതെങ്കിലും നമ്മൾ അതിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോഴേ തയ്യാറാകാൻ ശ്രമിക്കുക.
അന്നേരം നമുക്കത് കിട്ടി യു കെയിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. അന്നേരം ഈ കോമൺവെൽത്ത് സ്കോളർഷിപ്പും നമുക്ക് അവർ ഫുള്ളി ഫണ്ടഡ് ആണ്. അന്നേരം നമ്മുടെ എല്ലാ എക്സ്പെൻസും അതുവഴി കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് എന്നുള്ളത് കോമൺവെൽത്ത് കൺട്രികളിൽ നിന്നുള്ളവർക്കാണ്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യ കോമൺവെൽത്ത് കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്കും അതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം നിങ്ങൾ എല്ലാവരും ഇതിനുവേണ്ടിയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. മറ്റൊരു കാര്യം, കോമൺവെൽത്ത് സ്കോളർഷിപ്പിനെ നോക്കുമ്പോൾ എഡ്യൂക്കേഷനിൽ ഹൈലി ക്വാളിഫൈഡ് ആണ്, പക്ഷേ അവർ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ളവരെയാണ് കൂടുതലും അവർ ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി പരിഗണിക്കുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി ശ്രമിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഹോൺബി ട്രസ്റ്റ് സ്കോളർഷിപ്പാണ്. യു കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണിത്. ഇതൊരു സ്പെഷ്യൽ കാറ്റഗറി സ്കോളർഷിപ്പാണ്. അതായത് ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിന് ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഹോൺബി ട്രസ്റ്റ് സ്കോളർഷിപ്പുകൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു സമയമാണ്. ഈ ഒക്ടോബർ 31 വരെയാണ് അതിന് സമയമുള്ളത്. അത് 2022 ഒക്ടോബർ തൊട്ട് 2023 സെപ്റ്റംബർ വരെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അന്നേരം 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള 6.5 IELTS സ്കോർ ഉള്ള ടീച്ചേഴ്സിന് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണിത്. അവരുടെ എല്ലാ എക്സ്പെൻസും ഈ സ്കോളർഷിപ്പിലൂടെ കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി ശ്രമിക്കുക. അടുത്തത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സ്കോട്ട്ലാൻഡ് സട്ടയർ സ്കോളർഷിപ്പാണ്. ഇത് സ്കോട്ട്ലാൻഡ് ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, യു കെ ഗവൺമെന്റ് അല്ല. സ്കോട്ട്ലാൻഡിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്കോളർഷിപ്പാണ്. അത് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് അല്ല. നമുക്ക് 8000 പൗണ്ടാണ് നമുക്ക് ആ സ്കോളർഷിപ്പ് വഴി ലഭിക്കുന്നത്. ഏകദേശം 50ഓളം സ്റ്റുഡൻസിന് ആ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അന്നേരം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സ്കോട്ട്ലാൻഡ് പഠിക്കാൻ ആഗ്രഹിച്ച് വരുന്നവരെല്ലാവരും ഈ സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി നോക്കുക. ഒരു പ്രത്യേക കാര്യം ഓർക്കാനുള്ളത്, ഈ സ്കോട്ട്ലാൻഡ് സട്ടയർ സ്കോളർഷിപ്പും മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. ഫുള്ളി ഫണ്ടഡ് അല്ല. 8000 പൗണ്ടാണ് അതിലൂടെ. അടുത്തതായി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ചില പ്രൈവറ്റ് ഏജൻസീസ് നൽകുന്ന സ്കോളർഷിപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ നൽകുന്ന സ്കോളർഷിപ്പാണ്. നമുക്കെല്ലാം അറിയാമല്ലോ ബിൽഗേറ്റ്സിനെ കുറിച്ച്. ബിൽഗേറ്റ്സ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അത് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് തന്നെയാണ്. അതായത് മാസ്റ്റേഴ്സിന് പഠിക്കുന്നവർക്ക് അവരുടെ ഫുൾ എക്സ്പെൻസ് കവർ ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്കോളർഷിപ്പിലൂടെ നമ്മളിപ്പോൾ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നവരുടെ എക്സ്പെൻസും കൂടെ അവർ കവർ ചെയ്യുന്നതായിരിക്കും. അതായത് നമുക്ക് 1 രൂപ പോലും ചെലവില്ലാതെ പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ബിൽഗേറ്റ്സ് സ്കോളർഷിപ്പ്. ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ ഇത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളിത് അതിനുവേണ്ടിയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ ഫ്യൂച്ചറിൽ വരാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടിയും തയ്യാറെടുക്കുക. കാരണം ഇപ്പോൾ 2022 ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇപ്പോൾ സ്വീകരിക്കുന്നത്. അന്നേരം അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അതിനകത്ത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം. അന്നേരം ഡെഡ് ലൈൻ ഒക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് റോഡ് സ്കോളർഷിപ്പാണ്. യു കെയിലെ തന്നെ ഏറ്റവും പഴയ സ്കോളർഷിപ്പാണ് റോഡ് സ്കോളർഷിപ്പ് എന്നുള്ളത്. ഇതും ഒരു ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയ സമയമാണിത്. ഈ ഒക്ടോബർ അവസാനം വരെ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതായിരിക്കും. അടുത്ത വർഷത്തേക്കുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇതും മാസ്റ്റേഴ്സ് പഠിക്കാൻ തന്നെ ഉള്ളതാണ്. ഏകദേശം 90ഓളം പേർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അന്നേരം നിങ്ങളെല്ലാവരും ഈ സ്കോളർഷിപ്പുകളൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സ്കോളർഷിപ്പുകൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ മലയാളി കുട്ടികൾ പലരും ഇതിനു വേണ്ടി ഒന്നും സമയം സ്പെൻഡ് ചെയ്യാറില്ല. ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മൾ സ്പെൻഡ് ചെയ്ത് നമ്മുടെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ഈ സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ യു കെയിലേക്ക് ഈ സ്കോളർഷിപ്പുകൾ വഴി വരുന്നുണ്ട്. പക്ഷേ പലരും അത് പുറത്ത് പറയാറില്ല. അടുത്തത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഫെലിക്സ് സ്കോളർഷിപ്പാണ്. യു കെയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് തന്നെയാണ്. വർഷം 20 പേർക്കാണ് ഈ ഫെലിക്സ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഇതും ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ്. ഇവർ ഒരു വർഷം 20 പേർക്കാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇതുവരെ അവർ കൊടുത്തിട്ടുള്ളത് 420ഓളം സ്കോളർഷിപ്പുകളാണ്. ഈ 420ഓളം സ്കോളർഷിപ്പുകളിൽ 380 ലഭിച്ചിരിക്കുന്നത് ഇന്ത്യക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചാൻസ് ഉള്ള ഒരു സ്കോളർഷിപ്പാണിത്. ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ്. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് 2021 ഇപ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഈ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് സ്കോളർഷിപ്പാണ്. യു കെയിലേക്ക് പഠിക്കാൻ വരുന്നവർക്ക് മാസ്റ്റേഴ്സും അല്ലെങ്കിൽ റിസർച്ചും ചെയ്യുന്നവർക്കും ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണിത്. ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അന്നേരം ഇപ്പോൾ 2023 നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അടുത്തത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സർ രത്തൻ ടാറ്റ സ്കോളർഷിപ്പ്. 35 വയസ്സാണ് ഇതിന് പ്രായപരിധി ഉള്ളത്. പ്രധാനമായിട്ട് ഇത് ലിവർപൂൾ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഈ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫുൾ എക്സ്പെൻസ് കവർ ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് അതിനുവേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഡെഡ് ലൈനും മറ്റു കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നു. അടുത്തത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ചാൾസ് വാലസ് ഇന്ത്യ ട്രസ്റ്റ് സ്കോളർഷിപ്പാണ്. ഇത് പ്രധാനമായിട്ട് ആർട്സ് സബ്ജക്റ്റുകളിലുള്ളവർക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് തിങ്ക് ബിഗ് സ്കോളർഷിപ്പ്. ഇത് പ്രധാനമായിട്ട് ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്.
ഇത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ ഒക്കുന്നതാണ്. ഡിഗ്രി 12 പേർക്കാണ് ഒരു വർഷം ഈ ഡിഗ്രിക്കാർക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത്. 3 പേർക്ക് 10,000 പൗണ്ടും പിന്നെ 9 പേർക്ക് 5,000 പൗണ്ടുമാണ് ഡിഗ്രിക്ക് പഠിക്കുന്നവർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പി ജിക്ക് പഠിക്കുന്നവർക്ക് 20,000 പൗണ്ട് ആയിരിക്കും ഈ സ്കോളർഷിപ്പ് വഴി ലഭിക്കുന്നത്. അതായത് ഇതൊരു ഫിക്സഡ് എമൗണ്ട് ആയിട്ടായിരിക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അന്നേരം അതിൻ്റെ ക്രൈറ്റീരിയയും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാകുന്നതായിരിക്കും. അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇന്റർനാഷണൽ അംബാസഡർ സ്കോളർഷിപ്പാണ്. ഇത് ഏകദേശം 50 പേർക്കാണ് ഒരു വർഷം ലഭിക്കുന്നത്. ഇതിനൊരു ഫിക്സഡ് തുകയുണ്ട്, അതായത് 5,000 പൗണ്ടാണ് ഇതിന് ലഭിക്കുന്നത്. അത് നല്ലൊരു സ്കോളർഷിപ്പ് തന്നെയാണ്, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ലഭിക്കും ഇത്. അന്നേരം എല്ലാവരും അതിനുവേണ്ടിയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ സ്കോളർഷിപ്പുകളൊക്കെ ലഭിച്ച് UK വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇൻസ്പിറേഷൻ പകരുന്ന ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും നോനു വർഗീസിനെ കുറിച്ച്. ഇപ്പോൾ UK PhD ചെയ്യാൻ വേണ്ടി വന്ന നോനു വർഗീസിന് 1 കോടി രൂപയാണ് സ്കോളർഷിപ്പ് ലഭിച്ചത്. നോനു അത്ര ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കുട്ടി ആയിരുന്നില്ല സ്കൂളുകളിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ. പക്ഷേ നോനുവിൻ്റെ ഹാർഡ് വർക്കാണ് നോനുവിന് അത് ലഭിക്കാൻ സഹായിച്ചത്. അപ്പോൾ നോനു വർഗീസിന്റെ ഒരു വീഡിയോ എൻ്റെ ഫ്രണ്ട് ജിനോ ജോർജ് ചെയ്തിട്ടുണ്ട്. ആ ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അത് പോയി കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നോനു വർഗീസ് ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. അന്നേരം നിങ്ങൾക്ക് എങ്ങനെ ആ സ്കോളർഷിപ്പിന് വേണ്ടി നോനു വർഗീസ് തയ്യാറെടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ചധികം യൂണിവേഴ്സിറ്റികളുടെ സ്കോളർഷിപ്പുകൾ കൊണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അത് ഒരുപാടുണ്ട്. അന്നേരം നിങ്ങൾക്ക് ചെയ്യാൻ ഒക്കുന്നത് നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പോവുക, അവരുടെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുക ഏതൊക്കെ സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണെന്ന്. അന്നേരം അതിനുവേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മിനിമം 1 ലക്ഷം രൂപയെങ്കിലും സേവ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പുകളിലൂടെ ലഭിക്കുന്നതാണ്. അന്നേരം നമ്മളത് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇപ്പം നെഗറ്റീവ് ആയാൽ പോലും നിങ്ങൾ അതൊന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ ചാനലിന് ഇതുവരെ തന്ന സപ്പോർട്ട്, നമ്മളിപ്പോൾ ഏകദേശം 20,000 സബ്സ്ക്രൈബർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.